സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ടാറ്റ EV എന്നുള്ള നിലയ്ക്ക് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. പക്ഷേ EV എന്നൊരു കാറ്റഗറി നമ്മൾ ചിന്തിക്കുമ്പോൾ സാറ്റിസ്ഫൈഡ്. വണ്ടി എടുത്ത് ഒരാഴ്ചക്കുള്ളിൽ ഞാൻ എടുത്ത്, കാരണം വണ്ടി എടുത്ത് 43 കിലോമീറ്റർ ഓടി വീട്ടിലെത്തിയ സമയത്ത് വണ്ടിക്ക് ചാർജ് അതിൻ്റെ സോഫ്റ്റ്വെയർ ഫ്ലാഷ് ചെയ്താൽ പോലായിരിക്കും, ചിലപ്പോൾ ECU മാറേണ്ടി വരും എന്ന് പറഞ്ഞു. ECU മാറേണ്ടി വരും എന്ന് പറഞ്ഞു. അതായത് ഇതിന്റെ ബ്രെയിൻ അല്ലെങ്കിൽ ഹേർട്ടെന്ന് വേണം ഞാൻ വിളിക്കാം. നമ്മൾ നോക്കുമ്പോൾ എന്താ കുറേ ടാറ്റ വണ്ടി ഇറങ്ങുന്നുണ്ട്, നമ്മൾ ചിന്തിക്കുന്നില്ല അവർക്ക് കുഴപ്പമുണ്ടോ ഇല്ലയോ. ഞാൻ ചോദിച്ചില്ല, അതാ സത്യാവസ്ഥ, എനിക്ക് പറ്റിയ അവസ്ഥ അതാണ്. ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ ഓടെ ഉള്ളത് മറ്റൊരു ജിഷ്ണുവാണ്. ഒരു ജിഷ്ണുവിനൊപ്പം വേറൊരു ജിഷ്ണു, രണ്ട് ജിഷ്ണുകൾ ഒന്നിക്കുന്ന ഒരു മഹാസംഗമം. ജിഷ്ണു ബ്രോ, നമ്മുടെ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ജിഷ്ണു ബ്രോ ഇറങ്ങിയത് ഞങ്ങൾ കണ്ണൂരിൽ നിന്നാണ് കേട്ടോ. ഇങ്ങനെ ലോക്കൽ പരിപാടിയൊന്നുമില്ല, ഇപ്പോൾ റേഞ്ച് മാറിയല്ലേ, മാറ്റി പിടിച്ച. അപ്പോൾ നമ്മുടെ പുതിയ നെക്സോൺ EV ഫേസ് ലിഫ്റ്റിൻ്റെ EV ആണ് കേട്ടോ. അപ്പം ഇത് പറയുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു ഡിസ്ക്ലെയിമർ പോലെ താഴെ പറയും. എന്നോട് കഴിഞ്ഞ ദിവസം ഞാൻ സഫാരിയുടെ ഒരു വീഡിയോ, അത് നല്ല പോസിറ്റീവ് വീഡിയോ ആയിരുന്നു, കുറച്ച് കമൻറ്റ്സൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്തൊരു കമൻറ്റ് വന്നു, നിങ്ങളിങ്ങനെ ഡാറ്റയുടെ കുറ്റം പൊക്കി പറയാൻ വേണ്ടി നല്ല അടക്കമാണ്, അല്ലാതെ ബാക്കിയുള്ള വണ്ടികൾക്ക് കുറ്റമില്ലായത്. അപ്പോൾ ആ സുഹൃത്തിനോട് എനിക്ക് പറയാനുള്ള ഒരു ആദ്യമേ പറയുവാണ്, അല്ലെങ്കിൽ അവസാനമൊക്കെ ആയിട്ട് പുള്ളി കാണത്തില്ലല്ലോ. അതെ, ഞാൻ ടാറ്റയുടെ കുറ്റമുള്ള 100 വണ്ടികൾ ഞാൻ കാണിക്കാം. ഈ പറഞ്ഞ വണ്ടികളുടെ ഒരു 100 വണ്ടി കാണിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ 10 വണ്ടി കാണിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കമാണ്. അങ്ങനെ ഒരു കസ്റ്റമറിനെ കിട്ടാന്ന് തന്നെ പറഞ്ഞാൽ പാടാണ്. ഇപ്പൊ അവരോട് നമ്മൾ ആ കംപ്ലൈന്റ് ഇല്ലേ എന്ന് ചോദിച്ച് കുറച്ച് കഴിയുമ്പോൾ ചെല്ലുമ്പോഴത്തേനും അവർ പറഞ്ഞു ആ പ്രോബ്ലം റെക്ടിഫൈഡ് ആയി, അവരത് സാറ്റിസ്ഫൈഡ് ആക്കി എന്ന് പറയും. ഒന്നും വേണ്ട, നമ്മൾ ചാർജിങ് സ്റ്റേഷൻ വഴി ഒന്ന് പോയാൽ മതി, അവിടെ കാണുന്ന ടാറ്റ വണ്ടിക്ക് കംപ്ലൈന്റ് ഒരു കംപ്ലൈന്റേക്കും പറയാത്തവരായിട്ടില്ല. അതാണ് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വേറെ എന്നെ കുറിച്ച് ചോദിച്ചത്. ഞാൻ ടാറ്റ വിരോധി ഒന്നുമില്ല, ഞാൻ പറഞ്ഞ ഒരേ ഒരു കാര്യം അന്ന് ഇത് ഇൻട്രോഡക്ടറി ആയിട്ട് ഇത് പറയുവാണ്, സർവീസ് മെച്ചപ്പെടുത്തണം, അത് മാത്രമേ ഉള്ളൂ. സർവീസ് മെച്ചപ്പെടുത്തണം, ഭയങ്കര മോശം. അതുകൊണ്ടാണ് ഞാൻ ഡിസ്ക്ലെയിമർ ആയിട്ട് പറഞ്ഞത് കേട്ടോ. അപ്പം ബ്രോയോട് നമുക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ പുതിയ EVയുടെ വിശേഷങ്ങളാണ്. ശരിയാണ്, വരുള്ളൂ. തുടക്കം തന്നെ കേൾക്കുമ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാം. പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. ഇതിപ്പം ഞാനും ജിഷ്ണു ബ്രോയും കൂടെ തമ്മിൽ ഞങ്ങൾ സൗഹൃദ സംഭാഷണം തുടങ്ങിയിട്ട് നമ്മൾ നെക്സോൺ 3-4 മാസമായി. കഴിഞ്ഞ നെക്സോണിൻ്റെ വീഡിയോ കിട്ടുമ്പം എനിക്ക് ഇങ്ങനെ ജിഷ്ണു ബ്രോ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു, ബ്രോ അതിനകത്ത് പറഞ്ഞത് ഓൾമോസ്റ്റ് 90% കറക്റ്റാണ്. ഞാൻ EV ആയിട്ട് ഞാൻ ഈ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു ഡീസൽ വണ്ടിയുടെ അവസ്ഥ പറയണ്ടല്ലോ. അത് ഞങ്ങളിങ്ങനെ ഇതിനെക്കുറിച്ച് പൂർണ്ണമായിട്ടുള്ള ഡിസ്കഷന്, പിന്നെ അതിൻ്റെ ലീഗൽ സൈഡ്സ് എല്ലാം ഞങ്ങൾ നോക്കി ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്രോ നമുക്കങ്ങ് തുടങ്ങിയാലോ? തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പറയാൻ ഒത്തിരി ഉണ്ടല്ലേ? പറയാൻ ഒത്തിരി ഉണ്ട്. എൻ്റെ വണ്ടി ഇപ്പം 34,000 കിലോമീറ്റർ കഴിഞ്ഞു. എങ്ങനെയുണ്ട് 34,000 കിലോമീറ്റർ ജേർണിന്ന് ചോദിച്ചാൽ? മടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും മടുക്കും. സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ടാറ്റ EV എന്നുള്ള നിലയ്ക്ക് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. പക്ഷേ EV എന്നൊരു കാറ്റഗറി നമ്മൾ ചിന്തിക്കുമ്പോൾ സാറ്റിസ്ഫൈഡ് ആണ്. കാരണം നമ്മുടെ ഭയങ്കര എക്കണോമിക്കലാണ് വണ്ടി. ഞാനിപ്പം കണ്ണൂരിൽ നിന്ന് ഓടി വരുന്ന 1400 കിലോമീറ്റർ ഏകദേശം എല്ലാം കൂടി 3-4 ദിവസമായിട്ട് ഞാൻ ഓടിച്ച് ഈ 1400 കിലോമീറ്റർ ഓടിച്ചിട്ട് എനിക്ക് ചിലവ് 12,000 രൂപയേ ഉള്ളൂ. ഈ ചിലവേ ഉള്ളൂ. അതേസമയം ഞാൻ പെട്രോൾ ഡീസൽ വണ്ടി ഓടിക്കുവാണെങ്കിൽ എനിക്ക് 5,000 രൂപ മുകളിൽ 5,000, 6,000, 7,000 രൂപ റേഞ്ചിൽ വരും മൈലേജിനനുസരിച്ച്. പക്ഷേ ഈ EV എന്നുള്ള കാറ്റഗറി ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷേ ടാറ്റ EV എന്ന നിലയ്ക്ക് ടാറ്റ EV എന്ന് പറഞ്ഞാൽ വളരെ മോശം, ഇഷ്ടം പോലെ കംപ്ലൈൻറ്റ്. ഞാൻ എടുത്ത് ഇപ്പം ഒരു ആഴ്ചക്കുള്ളിൽ ഞാൻ മടുത്ത് പോയതാണ്. വണ്ടി എടുത്ത് ഒരാഴ്ചക്കുള്ളിൽ ഞാൻ മടുത്ത്, കാരണം വണ്ടി എടുത്ത് 43 കിലോമീറ്റർ ഓടി വീട്ടിലെത്തിയ സമയത്ത് വണ്ടിക്ക് ചാർജിങ് ഇഷ്യൂ ആയിരുന്നു. ഈ പുതിയ വണ്ടി ഷോറൂമിൽ നിന്ന് എടുത്ത് എൻ്റെ വീട് വരെ 43 കിലോമീറ്റർ ഉണ്ട്. വീട്ടിലെത്തി കഴിഞ്ഞപ്പം ചാർജിങ് പോയിന്റ് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ടാറ്റ പവറിൽ നിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവർ വാൾ ചാർജറൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് 2-3 മണിക്കൂർ എടുത്ത് അവർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് ചാർജ് ചെയ്യുമ്പോൾ ചാർജ് ആവുന്നില്ല, വണ്ടി ചാർജ് ആവുന്നില്ല. 3-4 തവണ ഊരി കുത്തുമ്പോൾ ഒന്ന് ചാർജ് ആവും. ഭാഗ്യം പോലെ. എന്നിട്ട് അവർ പറയുന്നത് എന്നാ വെച്ചാൽ
സാറേ ലൂസ് കണക്ഷൻ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും ചാർജ് ആവാത്തത്. എനിക്ക് അന്ന് അറിയത്തില്ല. അപ്പം ഞാൻ വിചാരിച്ചായിരിക്കും. ഒന്ന് ആലോചിക്കണേ, പുതിയ വണ്ടി എടുത്തോണ്ട് വന്നിട്ട് സുവർണ്ണ മുഹൂർത്തമാണ്. സന്തോഷിക്കാനുള്ള സമയം കിട്ടി. ഹിന്ദു ആണെങ്കിൽ അമ്പലത്തിൽ പോകണം, ഒരു ബാക്കി ഏത് മതക്കാരാണെങ്കിലും അവരുടെ വിശ്വാസപ്രകാരം അമ്പലത്തിൽ പോകാൻ പോലുള്ള സമയം കിട്ടിയിട്ടില്ല. വീട്ടിലെത്തി ഈ ചാർജിങ് പോയിന്റ് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഈ ഇഷ്യൂ അവർ പറഞ്ഞു ലൂസ് കണക്ഷൻ. ഓക്കെ, ഞാൻ പറഞ്ഞു അംഗീകരിച്ച്. എന്നിട്ട് പിറ്റേ ദിവസം ഞാൻ നോക്കുമ്പോൾ ഞാൻ പിറ്റേ ദിവസം 1-2 ഓട്ടം അമ്പലത്തിൽ പൂജിച്ച്, പിറ്റേ ദിവസം രാവിലെ പൂജിച്ച് കടമ നടത്തി. അത് കഴിഞ്ഞിട്ട് ഇത് ഞാൻ ഓടിച്ച് 1-2 ഓട്ടങ്ങളുണ്ടായിരുന്നു. അത് ഓടിച്ച് ഞാൻ വൈകുന്നേരം കൊണ്ടുപോയി വീണ്ടും കുത്തിയപ്പം ഈ സെയിം ഇഷ്യൂ, ചാർജ് കയറുന്നില്ല. അന്ന് ഞാൻ കുറേ തവണ ഊരി കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ചാർജ് കയറിയത്. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഇനി ഒരു ചാർജിങ് പോയിന്റ് ഫിറ്റ് ചെയ്തിട്ട് ഈ പറഞ്ഞ ലൂസ് കണക്ഷൻ വല്ലതും ആണോ എന്ന് വെച്ച് ഇലക്ട്രീഷ്യനെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്യിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. തീർച്ചയായിട്ടും നമ്മൾ ഒരിക്കലും വണ്ടിയുടെ വിഷയം പ്രതീക്ഷിക്കുക. അപ്പം ഞാനത് പ്രതീക്ഷിച്ച് ഞാനിരുന്നു. എന്നിട്ട് നമ്മുടെ പരിചയക്കാരനുണ്ട്, അത് മൊത്തം ഫിറ്റ് ചെയ്ത് തന്ന്. അതായത് അതിന് മുമ്പ് സിംഗിൾ ഫേസ് ആയിരുന്നു, 3 ഫേസ് ആക്കേണ്ടി വന്നു. കാരണം 7.2 ആണ് ഇവരുടെ വാൾ ചാർജർ എന്ന് പറയുന്ന സാധനം, ഹോം ചാർജറിൽ വരുന്നത്. അപ്പം സിംഗിൾ ഫേസ് 3 ഫേസ് ആക്കാൻ വേണ്ടി ചെയ്ത ഒരാളെ കൊണ്ട് ഞാൻ ചെക്ക് ചെയ്യിച്ചു. ഇലക്ട്രിക്കൽ എർത്തിന് അങ്ങനത്തെ ഒന്നിനും ഇഷ്യൂ ഇല്ല. എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം ഇതുപോലെ പുള്ളി വന്ന് നോക്കി. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും നോക്കിയപ്പം ഈ സെയിം ഇഷ്യൂ ആ വണ്ടിക്ക് ചാർജ് ആവത്തില്ല. 1-2 തവണ ഊരി കുത്തണം. ചിലപ്പോൾ 1-2 തവണ ആയിരിക്കും, 10 തവണയും 15 തവണയും പോകും. അത് നമ്മുടെ ഭാഗ്യം പോലെ. അത് വെച്ച് ഇങ്ങനെ സെയിം ഇഷ്യൂ വന്നു. ഞാൻ എന്നിട്ട് എനിക്ക് വണ്ടി തന്ന സെയിൽസ് എക്സിക്യൂട്ടീവിനെ വിളിച്ചു. ഈ സെയിൽസ് എക്സിക്യൂട്ടീവ് പറഞ്ഞ് ജിഷ്ണു എൻ്റെ പരിചയക്കാരനാണ്, ജിഷ്ണു ഒന്ന് വണ്ടി കൊണ്ടുവരാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കൊണ്ടുവരാം. ഞാൻ പറഞ്ഞു തൊട്ടടുത്ത ദിവസം ശനിയാഴ്ചയാണ്, എനിക്ക് ഞായറാഴ്ച ഒരു ഹൗസ് വാമിംഗ് ഉണ്ട് എൻ്റെ ഫാമിലി. അപ്പം ഞാൻ ഹൗസ് വാമിങ്ങിന് പോയിട്ട് തിങ്കളാഴ്ച കൊണ്ടുവരാമെന്നുള്ള രീതിക്ക് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഹൗസ് വാമിങ്ങിന് പിറ്റേ ദിവസം 1-2 ഓട്ടം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞായറാഴ്ച ഹൗസ് വാമിങ്ങിനും പോയി. ഞാൻ തിരിച്ച് രാത്രിയായി വീട്ടിലെത്തിയപ്പോൾ. ഈ രാത്രി ആയി കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തിയിട്ട് ഈ വണ്ടി ചാർജ് ചെയ്യാനിടുക. ഈ ചാർജ് ചെയ്യുമ്പോൾ ഈ ഫ്രണ്ടിലെ ഈ DRL ഇൻഡിക്കേഷൻ കാണിക്കും ചാർജിങ്ങിൻ്റെ. ആ ഇൻഡിക്കേഷൻ ഇല്ല, പകുതി ഭാഗത്ത് കത്തുന്നില്ല. ഈ ഫ്രണ്ടിലത്തെ ഈ DRL കത്തുന്നില്ല. ഞാൻ എന്നിട്ട് അതിൻ്റെ ഒക്കെ വീഡിയോ എടുത്ത് എന്നിട്ട് നോക്കുമ്പോൾ ഞാൻ കുറേ നോക്കി ഈ മൊത്തം എപ്പോഴാണ് കത്താത്ത അവസ്ഥ എന്താണെന്നൊക്കെ ഞാൻ നോക്കുമ്പോൾ ഇടയ്ക്ക് ഇൻഡിക്കേറ്റർ കത്തിയല്ല. ഇനി ഇൻഡിക്കേറ്റർ കത്തിയ സമയത്താണ് DRL കത്തില്ല. ഓണായി കഴിയുമ്പോൾ DRL കത്തൂല. ഇങ്ങനെ പല ഇഷ്യൂ ആയിട്ട് ഞാൻ ഇതിൻ്റെ എല്ലാം വീഡിയോ എടുത്ത് ഞാൻ ഈ സെയിൽസ് എക്സിക്യൂട്ടീവിനും അവിടുത്തെ CRM സെയിൽസിൻ്റെ CRMനും അയച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ അന്നേരം വിളിച്ച്, ആ രാത്രി ഞാൻ വിളിച്ച് ഞാൻ കുറേ വീഡിയോ അയച്ചിട്ടുണ്ട്, എടുത്ത് നോക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ നോക്കിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ തിരിച്ചു വിളിച്ച് സാറേ അത്യാവശ്യം നാളെ തന്നെ ഒന്ന് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ കൊണ്ടുവരാം. ഞാൻ നോക്കുമ്പോൾ തന്നെ ഈ DRLെല്ലാം വെള്ളം കയറി കിടക്കും. അത് ഇപ്പോഴും ഉണ്ട് ഇതിനകത്ത് വെള്ളം കയറി കിടക്കും. ഇത് ഇപ്പോഴും ഉണ്ട്. ഇൻഡിക്കേറ്ററിൽ കണ്ട വെള്ളം, ഇവിടെ വെള്ളമുണ്ട്. ഇതെങ്ങനെയാണെന്ന് എനിക്കും അറിയത്തില്ല, അവർക്കും അറിയത്തില്ല. പ്രോപ്പർ ഇൻസുലേഷൻ ഒന്നുമില്ല. ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ മാനുഫാക്ചറിങ് ഡിഫക്റ്റിന്റെ കാര്യത്തിൽ ടാറ്റ നമ്പർ 1 ആണ്. ശരിക്കും പറഞ്ഞാൽ ബിൽഡ് ക്വാളിറ്റിയിൽ ഇവർക്ക് ബിൽഡ് ക്വാളിറ്റി പറയാതിരിക്കാൻ പറ്റില്ല, ഭയങ്കര ക്വാളിറ്റിയാണ്. പക്ഷേ ഇതിന്റെ ബിൽഡ് ക്വാളിറ്റിയുടെ ഭാഗമല്ലേ ഇതൊക്കെ? അതും നേരാണ്. പക്ഷേങ്കിൽ ഇവരുടെ ഒന്നിനും ഫിറ്റ് ആൻഡ് ഫിനിഷ് ഭയങ്കര മോശമാണ്. ഇതിനകത്തുള്ള ഈ ചെറിയ എലമെന്റിലുള്ള ക്വാളിറ്റിയൊക്കെ വളരെ മോശം. അതല്ലേ ആ വണ്ടി എടുത്ത് ഇത്ര ഓടിയുള്ളെന്ന് എനിക്ക് അന്നേരത്തേക്ക് ഞാൻ ആ കംപ്ലൈന്റ് പറയുമ്പോഴത്തേനും 200 കിലോമീറ്റർ താഴെ ഓടിയിട്ടുള്ള വണ്ടി. അന്നേരമാണ് ഇത്രയും സാധനങ്ങൾ ഞാൻ കാണുന്നത്. ഇപ്പോഴും ഉണ്ട് വെള്ളം കയറി കിടക്കണം. ഇനി പോയിട്ട് വേണം ഇത് കൊണ്ട കാണിക്കാൻ. നാളെ രാവിലെ കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി 45 കിലോമീറ്റർ ഉണ്ട് അങ്ങോട്ട് തിരിച്ച്. ഞാനത് വണ്ടിയും കൊണ്ട് ഇറങ്ങി 9 മണിക്ക് ഞാൻ അവിടെ എത്തി. ഇത് ഞാൻ കാണിച്ചു. അവർ പറഞ്ഞ് ആദ്യം DRL ഇത് നോക്കാമെന്ന് പറഞ്ഞ് അവർ വണ്ടി കൊണ്ടുപോയി. ഞാൻ അന്നേരം അവരോട് ചോദിച്ചു, നിങ്ങൾ PDI കറക്റ്റ് ചെയ്തോന്ന്. അത് വണ്ടി എനിക്ക് തരുന്നതിന് മുമ്പ് കറക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. ചാർജ് ആവുന്നില്ലല്ലോ. ചാർജ് ആവുന്നില്ല. കാരണം ഈ 43 കിലോമീറ്റർ ഓടിയ വണ്ടി ചാർജ് ആവുന്നില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ പാടാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ ചോദിച്ചു ഈ വെള്ളമൊക്കെ എങ്ങനെ വന്നതെന്ന് ചോദിച്ചു. അതൊന്നും അവർക്കറിയത്തില്ല. അവർ പറഞ്ഞു ഇത് ആദ്യം നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ വണ്ടി എടുത്തുകൊണ്ട് PDI ഡിപ്പാർട്ട്മെന്റിലാണ് കൊണ്ടുപോയത്. ഈ വണ്ടി എടുത്തുകൊണ്ട് പോയത്. എന്നിട്ട് ഇവർ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ DRL എല്ലാം ക്ലീൻ ചെയ്ത് കത്താത്ത ഫ്രണ്ട് ആ നടുക്കത്തെ സെക്ഷൻ വേറെ ഒരു മാറ്റി കിട്ടുമെന്ന് അവർ പറഞ്ഞു. ഓക്കെ, അത് ശരിയായി. അവർ പറഞ്ഞു ഇനി ചാർജിങ്ങിൻ്റെ ചെക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ചാർജിങ്ങിൻ്റെ ചെക്ക് ചെയ്യാൻ വേണ്ടി ടെക്നീഷ്യൻ വന്നു. ലാപ്പിൽ കണക്ട് ചെയ്തിട്ട്
ഇത് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അവർ പറഞ്ഞ് അവർക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു ആദ്യം. പിന്നെ പറഞ്ഞ് സോഫ്റ്റ്വെയറിൻ്റെ ഇഷ്യൂ ആയിരിക്കും എന്ന് പറഞ്ഞു. ECUവിൻ്റെ അകത്ത് സോഫ്റ്റ്വെയർ ഇപ്പോൾ ECU ഫ്ലാഷ് ചെയ്താൽ ചിലപ്പോൾ ശരിയാവും എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, എത്ര നേരം എടുക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് അത് അവർക്കായി ചെയ്യാൻ പറ്റിയല്ല സോഫ്റ്റ്വെയർ. ടാറ്റയുടെ സ്റ്റാഫ് വന്നാൽ കോയമ്പത്തൂരല്ല, പൂനെന്ന് വരട്ടെ അവർക്കെല്ലാം. എല്ലാം തന്നെ ഇപ്പൊ പൂനെന്ന് വരണം. ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞെങ്ങനെ ശരിയാണ്, വണ്ടി എടുത്തിട്ട് ഇപ്പോൾ ഒരാഴ്ചയായില്ല, ഇവിടെ ഇടാനാണോ എന്ന് ഞാൻ ചോദിച്ചു. അവരൊന്നും കൂടെ നോക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് എന്നെ അവിടുത്തെ സെയിൽസിലെ CRM എന്നെ വിളിച്ചോണ്ട് പോയി. അപ്പോൾ വിളിച്ചോണ്ട് പോയിട്ട് വിഷ്ണു ഇങ്ങനെ ഉണ്ട്, അപ്പോൾ അത് ശരിയാക്കണം, ഒരാഴ്ച എടുക്കും അവർ വരണമെങ്കിൽ, അവർ ഒരെണ്ണത്തിനായിട്ടൊന്നും അവർ വരത്തില്ല എന്നും കൂടെ പറഞ്ഞു. അങ്ങനെയുണ്ട്. ഇതിവിടെ കച്ചവടമാണ്. അതെ, കച്ചവടം എന്ന് വെച്ചാൽ അപ്പൊ കംപ്ലൈന്റ് ഇഷ്ടം പോലെ വരും അവർക്ക് അറിയാം. വേറെ കാര്യമുണ്ട്. ഒരു കാര്യം, ഒരാഴ്ച നിങ്ങൾ വെയിറ്റ് ചെയ്യും, കാര്യം ഒരു 19 വണ്ടി തീർക്കാറുണ്ട്, ഒന്നിച്ച് തീർത്തിട്ട് പോകാന്നുള്ള രീതിയാ. അപ്പൊ ഞാനിത് എന്നാ ഞാൻ പറഞ്ഞു അത്ര നടക്കുന്ന പരിപാടിയല്ല. കാരണം വണ്ടി എടുത്തിട്ട് ഒരാഴ്ച ഉള്ളൂ, നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ശരിയാക്കി തരാൻ പറ്റുമോ അത് ശരിയാക്കണം. ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ചെക്ക് ചെയ്തുകൊണ്ടിരുന്ന ടെക്നീഷ്യൻ അവിടെ വന്നിട്ട് എൻ്റെ അടുത്ത് പറയാം, ഞങ്ങൾ രണ്ടുപേരും നിൽക്കുക, അതായത് CRM നിൽക്കുക, ഞാനും നിൽക്കുക, ഞങ്ങൾ രണ്ടുപേരും പറയാം അതിൻ്റെ സോഫ്റ്റ്വെയർ ഫ്ലാഷ് ചെയ്താൽ പോലായിരിക്കും, ചിലപ്പോൾ ECU മാറേണ്ടി വരും എന്ന് പറഞ്ഞു. ECU മാറേണ്ടി വരും എന്ന് പറഞ്ഞു. അതായത് ഇതിന്റെ ബ്രെയിൻ അല്ലെങ്കിൽ അവർ ആ സ്റ്റാഫ് എൻ്റെ അടുത്ത് പറഞ്ഞ വാക്ക് എന്നാന്നറിയോ, ഒരു ഇലക്ട്രിക് വണ്ടിയുടെ ഹെർട്ട് എന്ന് പറയുന്ന സാധനം ECU. അത് തന്നെ, ആ വാക്ക് തന്നെ അവർ ഉപയോഗിച്ചു. ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തീ പറയണേന്ന് ചോദിച്ചു. ഇത്രയും വലിയ ഇഷ്യൂ ആയിട്ട് നിങ്ങൾ ഇത്ര സില്ലിയായിട്ട് വന്ന് പറഞ്ഞെങ്ങനെയാന്ന് ചോദിച്ചു. പറഞ്ഞാൽ സാറേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഒരാഴ്ച വണ്ടി എടുത്തിട്ട് ഒരാഴ്ച ആയില്ല. എത്ര വില വരും ഇത്? ഈ സാധനത്തിന് ECU എന്ന് പറയുന്ന സാധനത്തിന് അവർ പറഞ്ഞു 3 ലക്ഷം രൂപ കോസ്റ്റ് വരും. 3 ലക്ഷം രൂപ? ഈ 3 ലക്ഷം രൂപ സാധനം മാറണമെന്ന്. ഞാൻ ചോദിച്ചു നിങ്ങളൊന്നില്ല PDI ചെയ്തിട്ടില്ല വണ്ടിയുടെ, അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആയിട്ട് വരുന്നത് ഇത് നിങ്ങൾ ഈ വണ്ടി നിങ്ങൾ തിരിച്ചെടുത്ത് എനിക്ക് കാശ് തിരിച്ചു തന്നാൽ മതി എന്ന് വരെ പറഞ്ഞു. അന്നേരം അവർ പറഞ്ഞു നടക്കിയല്ലെന്ന് പറഞ്ഞു. ആ പരിപാടി നടക്കിയല്ല, ഇവർക്ക് ശരിയാക്കി തരാനുള്ള വകുപ്പേ ഉള്ളെന്ന്. ഞാൻ ആ ഒരാഴ്ച എന്നിട്ട് ഇവർ പറഞ്ഞു ചാർജിങ് 1-2 തവണ ഊരിക്കത്തുമ്പൊക്കെ ശരിയാവുന്നുണ്ടല്ലോ, നിങ്ങൾ വണ്ടി കൊണ്ടുപോക്കോ, സാധനം വരുമ്പോൾ വിളിക്കാന്ന് പറഞ്ഞു. ഗതികെട്ടിപ്പം എടുത്തു പോയില്ലേ, 21,74,000 രൂപ ഓൺ റോഡ് ഇറങ്ങിയ വണ്ടിയാ. 21,74,000 രൂപ ഇറങ്ങിയ പൈസ കൊടുത്തിട്ട് ഇറക്കിയ വണ്ടിയാ. നമ്മളിത് കൊണ്ടു നടക്കാതെ വഴിയില്ലല്ലോ, ഒരു രക്ഷയില്ല. നമ്മൾ ഒരു കാരണമുണ്ട്, നമ്മളിപ്പോൾ EV എടുക്കുക എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഓട്ടോ ഉള്ളവരാണ്, പിന്നെ ഈ വണ്ടി ഒഴിവാക്കാൻ പറ്റാത്തവരാണ്. പിന്നെ തീർച്ചയായിട്ടും ഒരു കാര്യമുണ്ട്, നമ്മളൊരു വണ്ടി എടുത്തിട്ട് ഒരിക്കലും ഒരു ഷോറൂമിൽ ഒരു ദിവസം 2 ദിവസത്തേക്കുള്ളിൽ ഇടുക ഭയങ്കര പാട്. അത് ഏത് വണ്ടിയാണെങ്കിലും 3 ദിവസം ആയാലും കുഴപ്പമില്ല, അതിൽ കൂടുതൽ അംഗീകരിക്കാൻ പറ്റത്തില്ല. എന്നിട്ട് ഇവർ പറഞ്ഞ് കൊണ്ടുപോക്കോന്ന് പറഞ്ഞു. ഞാൻ കൊണ്ടുപോകുന്നു, കാരണം ഗതികെട്ട് കൊണ്ടുവരിക എന്നല്ലാണ്ട് വേറെ വഴിയില്ല. എന്നിട്ട് ഈ ഒരാഴ്ച ഇവർ വിളിക്കുന്നതിൻ്റെ കാലാവധിക്ക് ഒരു കുറേ ബഗ്. ഒന്ന് ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ഓഫായി പോകുന്ന സിസ്റ്റം പരിപാടി അതുണ്ട്, അതൊക്കെ ഉണ്ട്. പിന്നെ എല്ലാ വിഷയം ഇതിനകത്തുണ്ട്. ഇനി നമ്മൾ സോങ് പ്ലേ ചെയ്യുന്നുണ്ട്, കേൾക്കുകയില്ല, സ്പീക്കറിൽ കേൾക്കുകയില്ല. അതൊക്കെ ഞാൻ വീഡിയോ എടുത്ത് ഇവർക്ക് അന്നന്ന് അയക്കുന്നുണ്ട്. ഇവർ സെയിൽസ് അന്ന് ഈ പറയുന്ന CRM-നും സെയിൽസിന്റെ CRM-നും എനിക്ക് തന്ന സെയിൽസ് എക്സിക്യൂട്ടീവിനും ഇത് ഞാൻ അയക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഇഷ്യൂ ഉണ്ട്, ഇത് നിങ്ങൾ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. ഓരോ ദിവസം നോക്കുമ്പോൾ ഓരോ പുതിയ ഇഷ്യൂസ് വന്നുകൊണ്ടിരിക്കുക. ഒരു തവണ ഞാൻ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ, ഒരു ദിവസം ഞാൻ ഞങ്ങളുടെ ടൗണിലെ പേ ആൻഡ് പാർക്കിൽ ഇട്ടിട്ട് എനിക്ക് വേറെ വഴിക്ക് പോകണേ, വണ്ടിയും കൊണ്ട് പോകാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ടാണ്. അത് പിന്നെ വേറെ കാര്യം, വണ്ടിയും കൊണ്ട് പോകാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പേ ആൻഡ് പാർക്കിൽ വണ്ടി ഇട്ടിട്ട് ഞാൻ പോയി, ലോക്ക് ചെയ്തിട്ട് ഞാൻ പോയി. തിരിച്ചു വന്നപ്പോൾ വണ്ടി അൺലോക്ക് ചെയ്ത് കിടക്കുന്നു. അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി. ഞാൻ ആ സെക്കൻഡ് ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചു. ഞാൻ ലോക്ക് ചെയ്തിട്ട് പോയ സാധനം ലോക്ക് ചെയ്യുമ്പം ആ മിറർ 2 ഫോൾഡ് ആവും. അതുപോലെ തന്നെ ഈ 2 ഇൻഡിക്കേറ്ററും മറ്റേ DRലും കത്തും. നിശ്ചിത സമയം നമ്മൾ ഒരു ഫുൾ ഓപ്ഷൻ വണ്ടി ആണെങ്കിൽ ഒരു നിശ്ചിത സമയം നമ്മൾ അൺലോക്ക് ചെയ്തിട്ടാണ് പോകുന്നതെങ്കിൽ ഒരു നിശ്ചിത സമയം ഓട്ടോമാറ്റിക്കായിട്ട് ലോക്ക് ആവും. എൻ്റെ മിഡിൽ വേരിയന്റ് വണ്ടിക്ക് ഒരു 10 പീരീഡ് ഓഫ് ടൈം എത്ര ഞാൻ കറക്റ്റ് അല്ല, ആ ഇത് ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ലോക്ക് ആവും. നമ്മളിപ്പോൾ അൺലോക്ക് ആണ് ചെയ്തിട്ട് പോയെങ്കിലും അതുപോലെ കമന്റ് വരാം, നമ്മൾ ലോക്ക് ചെയ്താൽ പോയാൽ മറന്നു പോയാണല്ലോ. ലോക്ക് ചെയ്ത് ഞാൻ അതുപോലെ ഉറപ്പാണ്. ഞാൻ എൻ്റെ വണ്ടിയിൽ എപ്പോഴും വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുന്നതാണ്. എവിടെ കൊണ്ടിട്ടാൽ ഞാൻ 2 തവണ നോക്കും. അത് നോക്കും. കാരണം വെച്ചിട്ട് ഞാൻ ഇപ്പൊ എവിടെ പബ്ലിക്കിൽ എവിടെ കൊണ്ടിട്ടാലും നോക്കും.
എന്നിട്ട് ഇത് ഞാൻ ലോക്ക് ചെയ്തിട്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി. എന്ത് സെക്യൂരിറ്റിയാ പിന്നെ ഇതിനകത്തുള്ളത്? വണ്ടി ആർക്കും എടുത്തോണ്ട് പോകുന്നത് അതിനകത്തുള്ള വല്ല വിലപിടിപ്പുള്ള വല്ല ഉണ്ടെങ്കിൽ എടുത്തോണ്ട് പോകും. ഞാൻ ആ സ്പോട്ടിൽ അവർക്ക് മെസ്സേജ് അയച്ചു, ഇങ്ങനെ അയച്ചു, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇതിനെ സൊല്യൂഷൻ ഉണ്ടാക്കിക്കൊള്ളുക. കാരണം എന്ന് വെച്ചാൽ ഒരു വണ്ടിയുടെ ഏറ്റവും വലിയ സെക്യൂരിറ്റി ഇല്ലായ്മയാണ് ഈ അൺലോക്ക് ആയി നോക്കാമെന്ന് പറഞ്ഞ് അവർ 2 ദിവസം കഴിഞ്ഞ് ഞാൻ ഇത് കഴിഞ്ഞിട്ടിപ്പം കുറേ പേര് ഞാൻ സോഷ്യൽ മീഡിയയിലെല്ലാം ഞാൻ കുറേ പറഞ്ഞു, മുകളിലോട്ടൊക്കെ കുറേ മെയിൽ അയച്ച് കുറേ മെയിൽ ടാറ്റയ്ക്ക് മെയിൽ അയക്കും. വേറൊരു കാര്യം, പ്രോപ്പറായിട്ട് റിപ്ലൈ കിട്ടിയില്ല. അതൊരു മെയിൻ പ്രശ്നമാണ്. മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഇതുപോലെ മോശം സർവീസ് വേറെ എവിടെ ഇല്ല. ഞാൻ പറഞ്ഞു, എനിക്ക് അതിനകത്ത് പറയാനുള്ളത് വെച്ചാൽ ഞാനൊരു മെയിൽ അയച്ച് ഇവർ റിപ്ലൈ അയക്കുന്ന കാര്യം എന്താണെന്ന് അറിയാം, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് നേരിട്ട് ഞങ്ങൾ ഖേദിക്കുന്നു. അതിൻ്റെ ഇംഗ്ലീഷാണ്, ഖേദിക്കുന്നു. ഞങ്ങളുടെ ടീം നിങ്ങളെ അസിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അത് 3-4 പേരുടെ നമ്പർ വരും. ഒന്ന് ഈ പറയുന്ന CRM, പിന്നെ സർവീസ് ഡീലേഴ്സിൻ്റെ CRMൻ്റെ സർവീസിൻ്റെ മാനേജറുടെയും ഈ പറയുന്ന റീജിയണൽ കേരളത്തിലെ ടാറ്റയുടെ റീജിയണൽ ഹെഡിൻ്റെ നമ്പർ വരും. അവരെ കോൺടാക്ട് ചെയ്യണം. ഇവരെ കോൺടാക്ട് ചെയ്യാനാണ് എനിക്കറിയത്തില്ലേ, ഇവർക്ക് മെയിൽ അയക്കണം. ഇത് ഞാൻ എന്നിട്ട് ഇതും പറഞ്ഞ് ഞാൻ തിരിച്ച് മെയിൽ വെച്ച് ഇവരുടെ നമ്പർ കിട്ടാൻ എനിക്ക് കിട്ടും. ഇവരൊക്കെ ഞാൻ കാണുന്നത് ഡീലറിൻ്റെ അടുത്ത് പോയിട്ട് കാര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇവരുടെ മെയിൽ അയക്കുന്നത്. അപ്പോഴിങ്ങനെ തന്നെ അയച്ചു കഴിഞ്ഞാൽ അങ്ങനെ കാര്യം. ഞാൻ എന്നിട്ട് ആ മെയിൽ അയക്കുന്ന പരിപാടി അവിടെ നിർത്തി. കാര്യമില്ല, ഒരു കാര്യമില്ല. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കോപ്പി പേസ്റ്റ് മെസ്സേജ് അല്ലാണ്ട് അവരുടെ എത്ര നമ്മൾ മെയിൽ അയച്ചാലും ഈ സംഭവം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് നേരിട്ടത് ഞങ്ങൾ ഖേദിക്കുന്നു. ഖേദിച്ചോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ഞാനത് മടുത്ത് അവസാനം അത് നിർത്തി. അവസാനം ഇത്ര മെയിൽ അയച്ചതിൻ്റെ ആണോ എന്നറിയത്തില്ല, ഈ റീജിയണൽ മാനേജർ ഇടപെട്ടിട്ട് എന്നെ സെയിൽസിലെ സെയിൽസിലെ സർവീസിലെ CRM എന്നെ കോൺടാക്ട് ചെയ്തു. കാരണം അവസാനം ഞാൻ അവരുടെ മെയിൽ ID കിട്ടിയപ്പോൾ അവർക്കും അയക്കാൻ തുടങ്ങി. അതുകൊണ്ട് അവരെ കോൺടാക്ട് ചെയ്ത് പറഞ്ഞ് എത്തുമ്പോൾ അറിയിക്കാം, അതിൻ്റെ ഈ സോഫ്റ്റ്വെയറിൻ്റെ ഇഷ്യൂ, ഈ ECUവിൻ്റെ ഇഷ്യൂ കൊണ്ടാണ് ഇതൊക്കെ വരുന്നതെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ സമ്മതിച്ച്. എപ്പോൾ വരുമെന്ന് ചോദിച്ചു. ഒരാഴ്ചക്കുള്ളിൽ വരുമെന്ന് പറഞ്ഞു. എന്നിട്ടും ഒരാഴ്ച എന്ന് പറഞ്ഞിട്ട് 3-4 ദിവസമായി. എന്നിട്ട് ഒരാഴ്ചക്കുള്ളിൽ വരുമെന്ന് പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇവരെന്നെ വിളിച്ച്, സാധനം വന്നിട്ടുണ്ട് വിഷ്ണു, വണ്ടിയും കൊണ്ട് പോരെന്ന് പറഞ്ഞു. അപ്പം ഞാൻ രാവിലെ, പിന്നെ അതുപോലെ 2 ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ, അതൊരു എനിക്ക് തിങ്കളാഴ്ച ചൊവ്വാഴ്ച കണ്ടാന്ന് തോന്നുന്നു, കറക്റ്റ് ഓർമ്മയില്ല. അതുപോലെ ഞാനിത് കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ അവർ വണ്ടി കയറ്റി. അന്നേരം അവിടെ ഈ റീജിയണൽ ഹെഡ്, അതായത് ടാറ്റയുടെ കേരളത്തിലെ റീജിയണൽ ടാറ്റയുടെ ഡയറക്റ്റ് സ്റ്റാഫാണ്, ഡീലറിൻ്റെ സ്റ്റാഫല്ല, റീജിയണൽ ഹെഡ് അവിടെ ഉണ്ട്. പുള്ളി എന്നെ കാണാൻ വന്നു. ഞാൻ അത്രയും പ്രശ്നമാക്കിയതുകൊണ്ട് പുള്ളിക്ക് എന്നെ കാണണമെന്ന് പറഞ്ഞു. ഞങ്ങൾ സംസാരിച്ച്, ജിഷ്ണു എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ നേരിട്ട് ഇടപെട്ട് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. അത്രയൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് കോൺഫിഡൻസ് വന്നു. കുറച്ച് കാരണം ഇത്ര നേരിട്ട് വന്നിട്ട് പറയല്ലേന്ന് വിചാരിച്ചു. തീർച്ചയായിട്ടും ഞാൻ ഓക്കെ, ഞാൻ പറഞ്ഞു ഓക്കെ പറഞ്ഞു. ഞാൻ കൂടെ പറഞ്ഞു എനിക്ക് ഈ ECU മാറ്റുന്ന കാണണം. പുള്ളി പറഞ്ഞു പറ്റത്തില്ല, കാരണം ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കയറാനുള്ള, നിങ്ങൾക്ക് കയറാനുള്ള അനുവാദം ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് കാരണം ഇത് ഇത്രയും ഇഷ്യൂസ് ഉണ്ട്, അപ്പോൾ ഇത് മാറുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയണം. തീർച്ചയായിട്ടും മാറി എന്ന് പറഞ്ഞിട്ട് നമുക്ക് വീണ്ടും വണ്ടി എന്തെങ്കിലും കാണിച്ച് തന്നു വിട്ട് കഴിഞ്ഞാൽ പിന്നെ നാളെ ഞാൻ വീണ്ടും ഇവിടെ കയറേണ്ടി. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് കാണണം. അവസാനം അവർ സമ്മതിച്ച്. ഷൂട്ട് ചെയ്യരുത്, ഉള്ളിൽ കയറി ഷൂട്ട് ചെയ്യരുത്, നിങ്ങൾ കയറി കണ്ടോളാൻ പറഞ്ഞു. എന്നെ അവിടെ നിർത്തി. സാധനം മാറി. 10 മിനിറ്റേ ഉള്ളൂ. വലിയ ബോക്സിലാണ് സാധനം വരും. നമ്മുടെ മറ്റേ പലകട ഒരു ബോക്സ് സാധനം വന്ന് ടാറ്റയുടെ സ്റ്റാഫുണ്ട്. ടാറ്റയുടെ സ്റ്റാഫ് മേൽനോട്ടത്തിലാണ് അത് മാറ്റിയത്. 10-15 മിനിറ്റ് അത്ര കാര്യമുള്ളൂ. പക്ഷെ 3 ലക്ഷം രൂപ കോസ്റ്റ് ഉണ്ട്. ആ സാധനത്തിന്റെ വില 3 ലക്ഷം രൂപ കോസ്റ്റ്. അന്നേരമാണ് ഞാൻ കറക്റ്റ് ഞാൻ ചോദിക്കുന്നത് എത്ര അതിന്റെ വില എന്ന്. അന്നേരം അവർ പറയുന്നത് 3 ലക്ഷം രൂപ കോസ്റ്റ് ഉണ്ട്. ഓക്കെ എന്നൊക്കെ പറഞ്ഞ് എല്ലാം മാറ്റി വണ്ടി ചാർജിങ്ങിലിട്ട് കാണിച്ച് ഓക്കെ ആണെന്ന് പറഞ്ഞ്. എന്നിട്ട് ഒരു 3/4 മണിക്കൂർ അവർ ഇട്ട്, കാരണം അവർക്കൊന്നും കൂടെ ടെസ്റ്റ് ചെയ്ത് കൺഫേം ചെയ്യാൻ വേണ്ടി അവരിട്ട് ടെസ്റ്റ് ചെയ്തിട്ട് സാധനം എനിക്ക് തന്നു. ഈ സാധനം തന്നിട്ട് ഞാൻ വീട്ടിൽ പോന്നു. അന്നേരം ഈ ബഗ്ഗുകളുണ്ട്, ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിന്റെ ഈ ബഗ്ഗുകളുണ്ട്. ഈ പറയുന്ന അത് കഴിഞ്ഞിട്ട് സ്പീക്കറിന് ഇഷ്യൂ ഉണ്ട്. ഈ നമ്മൾ പാട്ട് വെക്കുന്നത് അതേപോലെ പാട്ട് കേൾക്കുകയില്ല, പാട്ട് പ്ലേ ആവുന്നുണ്ട് പക്ഷെ പാട്ട് കേൾക്കുകയില്ല. അങ്ങനത്തെ ഇഷ്യൂകൾ ഇഷ്ടം പോലെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ആ ഒരു സമയത്ത് ഞാൻ എന്നിട്ട് അവരെ വീണ്ടും കൊണ്ട് അന്നേരം പറഞ്ഞു സോഫ്റ്റ്വെയറിൻ്റെ ബഗ്ഗാണ്, സോഫ്റ്റ്വെയർ പുതിയ വരുന്നുണ്ട്, അത് കഴിഞ്ഞപ്പോൾ അത് ശരിയാക്കാമെന്ന് പറഞ്ഞു. ഇത് കണ്ടും കേട്ട് ഞാൻ മെസ്സേജ് അയച്ച് മടുത്ത് ഞാൻ അവസാനം പരിപാടി നിർത്തി. കുറേയൊക്കെ കണ്ടില്ലെന്ന് വെക്കാൻ തുടങ്ങി. ആ ഒരു അവസ്ഥയിൽ കഴിഞ്ഞപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ അവർ 2 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു
പുതിയ സോഫ്റ്റ്വെയർ വന്നിട്ടുണ്ട്, ചെയ്യാമെന്ന് പറഞ്ഞു. അതിന് ഞാൻ അവരുടെ സർവീസ് സെൻറ്ററിൽ പോയില്ല, ഞാൻ കോഴിക്കോട് പോയി. കാരണം കോഴിക്കോട് ഒരു റൊട്ടാന എന്ന് പറഞ്ഞിട്ടൊരു ഡീലറുണ്ട്, അവരുടെ നല്ല സർവീസാണെന്ന് പലരും എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ പോയി. അവരെനിക്ക് ആ സോഫ്റ്റ്വെയർ നല്ല രീതിയിൽ ചെയ്തു തന്നു. കുറേ ബഗ്ഗൊക്കെ അന്നേരം ഒഴിവായി. അതേസമയം ഈ പറയുന്ന ഡീലർഷിപ്പ്, ആദ്യം ഞാൻ പോയ ഡീലർഷിപ്പ് KVR ഡ്രീം വെഹിക്കിൾ, അവരെ പറ്റി ഇഷ്ടംപോലെ കംപ്ലൈൻറ്റ് ഉള്ളതാണ്, നോക്കിയാൽ അറിയാം. അപ്പം പ്രോപ്പർ മെയിൻ്റെനിങ്, സർവീസൊക്കെ വളരെ മോശമാണ്. പിന്നെ ഞാൻ അത്രയും കരഞ്ഞ് കാല് പിടിക്കുന്നതുകൊണ്ട് എൻ്റെ കുറേയൊക്കെ നോക്കി, കാരണം അത്രയും പ്രശ്നം ആയതുകൊണ്ട് എൻ്റെയൊക്കെ കുറേയൊക്കെ നോക്കി. എന്നിട്ട് എനിക്ക് അവിടെ പോകാൻ പേടിയായതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. ഇതേ സെയിം വണ്ടിക്ക് വേറെ കംപ്ലൈൻറ്റ്സ് വരുന്നുണ്ടോ? വേറെ അതായത് അത് ഞാൻ പറയാൻ പറ്റി. അതായത് ഞാൻ ഈ ECU മാറാൻ ചെന്നപ്പം അവിടെ ഞാൻ ചോദിച്ചപ്പോൾ ഇവിടെ ഇതേപോലത്തെ ആ സമയത്ത് ഇറങ്ങിയ വണ്ടി ഒരു 10-14 എണ്ണം അവിടെ കിടക്കുക. ഫേസ് ലിഫ്റ്റ് വണ്ടി 10-14 എണ്ണം അവിടെ കിടക്കുക, ഇത് നന്നാക്കണം എന്ന് പറഞ്ഞിട്ട്. ഈ സോഫ്റ്റ്വെയർ ഒന്നില്ലേ സോഫ്റ്റ്വെയർ ഫ്ലാഷ് ചെയ്യണം, അല്ലെങ്കിൽ ഈ സാധനം മാറണം എന്നുള്ള രീതി കിടക്കുക, ECU മാറണം എന്ന് പറഞ്ഞ രീതി കിടക്കുക. ഞാൻ എന്നിട്ട് ടാറ്റയുടെ സ്റ്റാഫ് വന്നു, പുള്ളി ഒരു തമിഴ്ന, പുള്ളിയോട് ഞാൻ ചോദിച്ചു എന്താ ഇങ്ങനെ ഇഷ്യൂ വരുന്നത്. പുള്ളി പറഞ്ഞ അറിയത്തില്ല, സോഫ്റ്റ്വെയറിൻ്റെ എന്തെങ്കിലും ആയിരിക്കാം, അവർക്കും അതിനെപ്പറ്റി ഐഡിയ ഒന്നുമില്ല. ഇവർ PDA പോലും അല്ല, ഒരു ചെക്ക് ഈ വണ്ടിക്ക് നടത്തുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു ചെക്കും നടത്തുന്നില്ല. അതായത് ഒരു ബോഡി ബിൽഡ് ചെയ്യുന്നു, കുറെ പാർട്സുകൾ ഫിറ്റ് ചെയ്ത് ക്വാളിറ്റി, വണ്ടി എവിടെയെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ നമുക്കൊന്നും പറ്റില്ല, അത് ഗ്യാരണ്ടിയാണ്. വണ്ടി ഓടിക്കണം, പക്ഷെ വണ്ടി ഓടണം എന്നുള്ളത് സംശയമാണ്. വണ്ടി അവർ സേഫ്റ്റി ഉദ്ദേശിക്കുന്നത് അങ്ങനെയാണ്. അല്ല, സേഫ്റ്റി എന്ന് പറഞ്ഞ സാധനം നമ്മൾ പറയാൻ പറ്റില്ല. വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ അപകടം പറ്റുള്ളൂ. അപ്പൊ നിങ്ങളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് വണ്ടിക്ക് ഇങ്ങനെ കംപ്ലൈന്റ് വരുന്നത്. ഓടിക്കാൻ പറ്റണ്ടേ, നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് എത്ര കൊണ്ട് തകർക്കാൻ പറ്റുമോ അതിന് ഈ വണ്ടി എടുത്താൽ മതി. ടാറ്റയുടെ EV എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് പോവും കുറേയൊക്കെ. ശരിക്കും അവർ സർവീസിൽ തന്നെ കാണിക്കുന്ന പ്രശ്നമാണോ ശരിക്കും? അല്ല, ഞാൻ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം, ഇത് സർവീസുകാരുടെ മാത്രം ഇഷ്യൂ അല്ല, അതായത് ഡീലേഴ്സിന്റെ ഇഷ്യൂ മാത്രമല്ല, ടാറ്റ ഇറക്കുന്ന വണ്ടിയുടെ ക്വാളിറ്റി, അതായത് നമ്മൾ ബോഡി ക്വാളിറ്റി അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇന്റേണലി ഉള്ള കമ്പോണൻസ്, ഇലക്ട്രിക് ചിപ്പുകൾ, ബോർഡുകൾ, അങ്ങനത്തെയുള്ള സാധനങ്ങളുടെ ക്വാളിറ്റി ചീപ്പാണ്. അവർ ഈ പറയുന്ന ഈ ബോഡി ക്വാളിറ്റിക്ക് കൊടുക്കുന്ന 4 ഇതിന് കൊടുക്കുകയാണെങ്കിൽ ഇച്ചോടെ ഇമ്പോർട്ടൻസ് കൊടുത്തത് പറഞ്ഞു പൊങ്കാല വരും കേട്ടോ. കേൾക്കും ഇതിനകത്തുള്ള സാധനം നല്ല കൊടുത്തിരുന്നെങ്കിൽ ഇത്രയും കഷ്ടപ്പെടേണ്ട ആവശ്യം ഒരു വിഷയം വരുന്നില്ല. ഈ 43 കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഇത്രയും ടെൻഷൻ അടിച്ച് ഞാൻ അതിൽ ജീവിക്കുക, അത്രയും അലഞ്ഞ് അടക്കേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ കൂടെ 8 ലക്ഷം രൂപ കൊടുത്താൽ MGയുടെ CV അന്ന് അത്രയും പൈസ മുടക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ അതിലോട്ട് പോകാതിരുന്നത്. അതൊക്കെ എടുത്ത് ഒരു സമാധാനമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ കംപ്ലൈൻസ് ഇല്ല, അതൊരു 90% മുകളിലും കംപ്ലൈൻസ് ഇല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ SUV 400 അധികം ഈ സാമാനുള്ളതിന് വലിയ മാർക്കറ്റ് വാല്യൂ ഇല്ല വണ്ടിക്ക്. മാർക്കറ്റ് വാല്യൂ. പക്ഷേ എങ്കിൽ ആ XUV 400 എടുത്ത് 3-4 ഫ്രണ്ട്സ് എനിക്കുണ്ട്, ഇവർക്കൊന്നും കംപ്ലൈന്റ് ഇല്ല. അവര് എത്രയാ 60,000 കിലോമീറ്റർ കഴിഞ്ഞവരുണ്ട്, 50,000 കഴിഞ്ഞവരുണ്ട്. ഇവരാരും നോർമൽ സർവീസിനല്ലാണ്ട് സർവീസ് സെന്ററിൽ കയറിയിട്ടില്ല. അവസ്ഥ ഉണ്ടായിട്ടില്ല. ഇത് ഞാൻ ഫസ്റ്റ് വീക്ക് തുടങ്ങിയ കേരള, അതുകൊണ്ട് കയറി അടുത്ത അവസാനം എനിക്കിപ്പോ അങ്ങോട്ട് പോകാൻ തന്നെ മടിയാ. ശരിക്കും പറഞ്ഞാൽ SUV 400 16 അവർ ഓഫറിൽ കുറച്ച്, കാരണം അത് സെയിൽ കുറവാന്ന് മാത്രമല്ല, അവർ സംഭവം പുതിയ ഫേസ് ലിഫ്റ്റ് വരുന്നുണ്ട്. 3XOന്റെ ഫേസ് ലിഫ്റ്റ് വരുന്നുണ്ട്. ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യം ഉണ്ടാവും. അതുകൊണ്ട് അവർ സ്റ്റോക്ക് ക്ലിയർ ചെയ്യാം. പക്ഷെ ആ പൈസക്ക് അത് വർത്താണ്. 14,28,000 രൂപയുള്ളൂ ഓൺ റോഡ്. ആ പൈസക്ക് അത് വർത്താണ്. അതിന്റെ ബാറ്ററി എന്ന് പറഞ്ഞാൽ പഴയൊരു ടെക്നോളജിയാണ്, NMC ടെക്നോളജിയാണ് ഉള്ള ബാറ്ററി. അതുകൊണ്ട് റേഞ്ച് ഇച്ചിരി കുറവായിരിക്കും. 250 നെക്സോണിനെ അപേക്ഷിച്ച് റേഞ്ച് കുറവായിരിക്കും. പക്ഷെങ്കിൽ ഈ ഒരു ഇഷ്യൂസ് ഒന്നുമില്ല, സമാധാനം. ഞാനിപ്പം ഈ ഇത്ര ഓടി, കഴിഞ്ഞ ദിവസം 1200 കിലോമീറ്റർ ഓടി ഞാനിപ്പോൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. ഇത്ര സമയത്ത് ഒരു 5-8 എണ്ണം ഞാൻ കണ്ട്. കാരണം ഇപ്പൊ ഇഷ്ടം പോലെ ആൾക്കാർ അത് എടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അത്രയും കാണുന്നത്. പണ്ട് അത്രയും കാണുന്നില്ലായിരുന്നു, ഇപ്പൊ ഇഷ്ടം. ഇതിനേക്കാൾ സ്പേഷ്യസും ആണ്, വലിയ വണ്ടി. അത് 4.2 മീറ്റർ കണ്ട് നീളമുണ്ട്, നല്ല സ്പേഷ്യസ് ആണ്, കംഫോർട്ടാണ് ഭയങ്കര പുറയിലിരിക്കുന്നവർക്കൊക്കെ. പക്ഷെ അതിനകത്ത് കുറച്ച് ഫീച്ചേഴ്സ് കുറവുണ്ട്, ഇതുമായിട്ട് 360 ഇല്ല, അങ്ങനത്തെയുള്ള കാര്യങ്ങൾ. വെന്റിലേറ്റഡ് സീറ്റും ഇല്ല, അങ്ങനെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഇല്ല. പക്ഷെ ആദ്യത്തെ മോഡല് ഈ വണ്ടി എടുക്കുന്നതിന് മുമ്പ് അത് ഞാൻ പോയി നോക്കിയിരുന്നു. അന്നേരം എന്ന് വെച്ചാൽ ഇതിന്റെ പഴയ മോഡലാ, അതിന്റെ ഡിസ്പ്ലേ കൊള്ളിയാല. ഇന്റീരിയർ നമ്മൾ കയറി നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഫാന്റസി ആയിട്ട് വീഴും.
അതിൽ വീണതാണ്. ലുക്ക് വൈസ്, ബിൽഡ് ക്വാളിറ്റി മീൻസ് ബോഡി ക്വാളിറ്റി, ഇന്റീരിയർ പൈസക്ക് നല്ല ഫീച്ചേഴ്സ് അത് വെച്ച് ഞാൻ വീണ. അതുപോലെ നോക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താ കുറേ ടാറ്റ വണ്ടി ഇറങ്ങുന്നുണ്ട്, നമ്മൾ ചിന്തിക്കുന്നില്ല അവർക്ക് കുഴപ്പമുണ്ടോ ഇല്ലയോ. ഞാൻ ചോദിച്ചില്ല, അതാ സത്യാവസ്ഥ. എനിക്ക് പറ്റിയ അവസ്ഥ അതാണ്. കാരണം ഞാൻ ചോദിച്ചില്ല, ആരോടും ഞാൻ ചോദിച്ചില്ല. എൻ്റെ ഒരു കൂട്ടുകാരനുണ്ടെന്ന് ഞാൻ പറഞ്ഞു, പുള്ളിയോട് ഞാൻ ചോദിച്ചു, കുഴപ്പമില്ല. പുള്ളിയും കുഴപ്പമില്ലെന്ന് പറയാം. അന്നേരം ഈ ഫേസ് ലിഫ്റ്റ് ഇറങ്ങിയ സമയത്ത് ഞാനിത് നോക്കി. ഞാൻ ആദ്യം ഡീസലാണ് നോക്കിയത്, പിന്നെ ഞാൻ നോക്കി എനിക്ക് ഓട്ടം കൂടുതലുണ്ട്. ഡീസലാണെങ്കിൽ ഇതേ അവസ്ഥ തന്നെ. അത് നേരം മറ്റേ ഒരു റീസെയിൽ ഇല്ലാഞ്ഞിട്ട് വണ്ടി ഡെമോ കാർ പോലെ വിൽക്കുക. വണ്ടി സാധനത്തിന്റെ റീസെയിൽ വാല്യൂ ആണെങ്കിൽ നമ്മൾ ഞെട്ടും. അത് വേറൊരു ഘടകം, അത് വേറെ ഘടകം. ഞാൻ പറയാം അവസാനം ആ ഘടകം ഞാൻ പറയാം. എന്നിട്ട് ഇത്ര ഇഷ്യൂ ഉണ്ടായിട്ടും, ഇത്ര ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞപ്പോഴാണ് ഇപ്പൊ ഇവർ ഇതിന് വില കുറച്ച്. അതാണ് വേറെ കാര്യം. ഈ വണ്ടിക്ക് തന്നെ അന്ന് എൻ്റെ അടുത്ത് ഈ വണ്ടി ബുക്ക് ചെയ്യിപ്പിച്ചത് ഇൻട്രോഡക്ടറി പ്രൈസ് ആണ്. പൈസ കൂടും, ഒരു മാസത്തിനുള്ളിൽ പൈസ കൂടും. ടൊയോട്ട പറയുന്നല്ലേ, ഒരു മാസത്തിനുള്ളിൽ പൈസ ടൊയോട്ട പറയാൻ കൂട്ടുകയും ചെയ്യും. അവരുടെ സാധനത്തിന് അവർക്ക് വാല്യൂ കൊടുക്കുന്നുണ്ട്. ഇത് ഇവര് ഒരു മാസത്തിനുള്ളിൽ കൂടുന്നു പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ബുക്ക് ചെയ്യിപ്പിച്ചു. ഇപ്പൊ ഞാൻ 21,000 രൂപ കൊടുത്ത് അന്നേരം ബുക്ക് ചെയ്തു. വണ്ടി കണ്ട് സെറ്റപ്പ് അടിപൊളി. ശരിക്കും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വീഴുന്നേ. അതിന്റെ സൗണ്ട് സിസ്റ്റം ഒക്കെ കേട്ടാൽ നമ്മൾ വീഴും. പാട്ട് വെച്ചിട്ട് ലൈറ്റ് ഗിമിക്സുകൾ ഇഷ്ടം പോലെ ഉണ്ട്. അത് ഇതെല്ലാം പറഞ്ഞു ഈ ഫീച്ചേഴ്സ് ഇവർ ഇത്രയും ഫീച്ചേഴ്സിനെക്കാളും നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്. ക്വാളിറ്റി ഉള്ള സാധനം ഇറക്കാം, അതാണ് ഇതിനകത്ത്. ഫീച്ചേഴ്സ് ഒരു 2 ഫീച്ചേഴ്സ് കുറഞ്ഞിരുന്നാലും നമ്മൾ സമാധാനമായിട്ട് വണ്ടി ഓടിച്ചു പോകാൻ പറ്റണം. അതാണ് കാര്യം. സമാധാനം നഷ്ടപ്പെടുന്ന പരിപാടിയാണ് ടാറ്റയുടെ എല്ലാം. അവർ അതിനൊരു പ്രോപ്പർ റെസ്പോൺസും കൊടുക്കുന്നില്ല, ഈ കസ്റ്റമർ വാല്യൂ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഒരു വാല്യൂ ഇല്ല. നമ്മൾ ഇരുന്ന് കരഞ്ഞാ അതുപോലെ നിന്ന് കരഞ്ഞാലേ അവര് നമ്മളൊന്നും മൈൻഡ് ചെയ്യുള്ളൂ. അതിപ്പം ആരോട് ചോദിച്ചിട്ടുണ്ടെങ്കിലും ഒരു നെക്സോണോ അല്ലെങ്കിൽ ഏതൊരു വണ്ടി ഉപയോഗിക്കുന്നത് ഇപ്പം നമ്മളിതിപ്പോ എന്നാ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഏറ്റവും കൂടുതൽ PR കൊടുക്കുന്ന 4 പൈസ സർവീസിന് കൊടുത്താൽ മതി. എന്റെ മുന്നേ മറ്റേ നോർത്ത് ഇന്ത്യൻ കമന്റ്സ് ഒക്കെ പകുതി കമന്റ്സ് മറ്റേ ബോട്ടാ, മലയാളത്തില് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിലോട്ട് അച്ചടി ഭാഷയില്. ഞാൻ ഒരു വീഡിയോ വേറെ യൂട്യൂബറിന്റെ വീഡിയോ, കർവിന്റെ വീഡിയോ ഇട്ടപ്പോൾ ഞാൻ എൻ്റെ അനുഭവം ഞാനിങ്ങനെ മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ കൊണ്ടുപോയി പോസ്റ്റ് ചെയ്തു, ഈ കമന്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്തു. അതിൻ്റെ അടി വന്ന കമന്റ് കാണും. എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫ്രണ്ടാണ് അയാൾ, ഒരാൾ ഇട്ടേക്കുവാ എൻ്റെ ഇൻസ്റ്റാഗ്രാം, ഞാൻ ഇങ്ങനെ ഒരു വണ്ടി നിന്റെ പ്രൊഫൈലിൽ കണ്ടിട്ടില്ല, വണ്ടിയേ ഇല്ല. എന്നിട്ട് ഒരു വണ്ടി കംപ്ലൈന്റ് വന്നിട്ടുണ്ടെന്ന് വെച്ചോണ്ട് എന്നിട്ട് വേറെ വണ്ടികൾക്കൊന്നും കംപ്ലൈന്റ് ഞാൻ പിന്നെ മൈൻഡ് ചെയ്യാറില്ല. എനിക്ക് ചിരിച്ചിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫ്രണ്ടാണ്, എൻ്റെ ഇൻസ്റ്റാഗ്രാമിനകത്ത് ഇങ്ങനെ ഒരു വണ്ടി ഞാൻ കണ്ടിട്ട് പോസ്റ്റ് ഇങ്ങനെ വണ്ടിയുടെ ഫോട്ടോ കണ്ടിട്ടേ ഇല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ കുറെ PR വർക്കുകൾ വെച്ച് ഇത് ചെയ്യുന്നതല്ലാതെ വേറെ ഒരു കാര്യം, കുറെ ഫേക്ക് അക്കൗണ്ട് വഴി കമന്റ്സ് ഇടാനല്ലാതെ നല്ല പറയുന്ന ഒരു 90% ഫേക്ക് അക്കൗണ്ട് അതാണ്. പിന്നെ എന്ന് പറഞ്ഞ പോലെ ഈ നമ്മളെല്ലാം പറയണമല്ലോ, 1000 വണ്ടി ഇറങ്ങുമ്പോൾ 200 വണ്ടി നല്ല ഉണ്ടാവും. ഈ പറഞ്ഞ കംപ്ലൈൻസ് വേണ്ടെന്നല്ല, കംപ്ലൈൻസ് വന്നോട്ടെ, കംപ്ലൈൻസ് വന്നിട്ട് ഒരു പ്രോപ്പറായിട്ട് റെക്ടിഫൈ ചെയ്യണം. അതാണ് ഇമ്പോർട്ടൻസ്. അല്ലാണ്ട് നമ്മളെ അടിച്ചു താത്തി അവിടെ ഇട്ട് നിങ്ങൾ വേണേ എടുത്താൽ മതി എന്നുള്ള രീതി. ശരിക്കും പറയാം, ഞാനിപ്പം ബ്രോയോട് പറയാം, ബ്രോ ഈ വണ്ടിയുടെ കുറ്റം പറഞ്ഞു, അതായത് നമ്മൾ ആശി മോച്ചെടുത്ത വണ്ടിയാണ്, അത് എന്റെ മുമ്പിൽ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നൊരു കുറ്റം പറയണമെന്നുണ്ടെങ്കിൽ അത്രയും ഹേർട്ടായിട്ടാണ് ഞാൻ അതുപോലെ മടുത്ത് അവസാനം ഞാൻ വിറ്റ് ഒഴിവാക്കാൻ വേണ്ടി റീസെയിൽ വാല്യൂ വരെ ചെക്ക് ചെയ്ത് വീണ്ടും തകർന്നു മനസ്സ് മടുത്ത്. അതാ രസം. ഇതുകൊണ്ട് ഞാൻ ചാർജിങ് ഇഷ്യൂ വന്ന്, അത് ഞാൻ പറയാം, ഇഷ്യൂ വന്ന് ഇപ്പൊ അവിടെ സർവീസ് സെന്ററിൽ 10 ദിവസം കിടന്ന്. അപ്പം ഞാൻ അവിടെ തന്നെയാണ് ഇവരുടെ റീസെയിൽ വാല്യൂ ചെക്ക് ചെയ്യുന്ന എക്സ്ചേഞ്ച് ടീമുള്ളത് ടാറ്റയുടെ. അവരെ കൊണ്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ അതിൻ്റെ റേറ്റ് എടുക്കാൻ പറഞ്ഞു. കാരണം ആ സെക്കൻഡ് നല്ല റേറ്റ് ഇട്ട് ആ സെക്കൻഡ് കൊടുത്തേക്കാന്നുള്ള രീതിയാണ് ഞാൻ നിന്നത്. ഒരു 2-3 ലക്ഷം രൂപ നഷ്ടം, 3 ലക്ഷം രൂപ നഷ്ടമായാലും അന്നേരം 8 മാസമേ ഉള്ളൂ. ഇപ്പം 10 മാസമേ ഉള്ളൂ വണ്ടി. 10 മാസമേ ഉള്ളൂ. ഈ 8 മാസമായപ്പോൾ ഞാൻ വാല്യൂ എടുത്തു. അവരെൻ്റെ അടുത്ത് പറഞ്ഞത് 14 ലക്ഷം രൂപ മാക്സിമം. 8 ലക്ഷം രൂപ കണ്ണിക്കൂടെ പോയി. 8 ലക്ഷം രൂപ പോയി. അപ്പോഴേ നാം തകർന്ന്. 8 ലക്ഷം രൂപയ്ക്ക് പെട്രോൾ അടിക്കുകയാണെങ്കിൽ എത്ര ഓടുന്നുള്ള ഇത് എൻ്റെ പൊന്നെ. ഇത് അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ തകർന്നു. കാരണം ഇത് കൊണ്ട് ഇട്ടിട്ടും കാര്യമില്ല, തലയല്ല, ശരിക്കും പറഞ്ഞൊരു കുഴിയാണ്. ടാറ്റയുടെ EV എടുത്ത കുഴി, അതിനകത്ത് കിടക്കും. അത് എന്തൊക്കെ പ്രശ്നം നമ്മൾ അതിനകത്ത് കിടന്നോളാന്നുള്ളൂ. ഇവർ പറയുന്നവരുണ്ട് ഭയങ്കര റീസെയിൽ വാല്യൂ ആണ്. ഒറ്റ ഒരെണ്ണം നോക്കിയാൽ മതി ഒരു വണ്ടിക്കും EVക്ക് റീസെയിൽ വാല്യൂ. EVക്ക് പൊതുവേ റീസെയിൽ വാല്യൂ കുറവാണ്. അതിപ്പോ എല്ലാ ബ്രാൻഡ് ആയാലും, പക്ഷെ ടാറ്റയ്ക്ക് ഒന്നും കൂടി അത് കുറവാ. ഈ പറയുന്നവർ തന്നെ
എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കംപ്ലൈൻറ്റുകൾ കൂടുതലുള്ളതുകൊണ്ട് വിറ്റ് പോകുന്നില്ല. ഈ എക്സ്ചേഞ്ച് ടീം തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇപ്പം വണ്ടി ഇഷ്ടം പോലെ കിടപ്പുണ്ട് ആ ഒരു വാക്ക് തന്നെ അവർ ഉപയോഗിച്ചു. വണ്ടി ഇഷ്ടം പോലെ കിടപ്പുണ്ട്. അതും വിറ്റ് പോകുന്നില്ല. അവർക്കറിയാം ഇത് വിറ്റ് പോകുന്നു കുറവാണ്. അതെ, ഒരു കസ്റ്റമർ എടുത്തു അവനേലും കൊണ്ട് നടക്കട്ടെ എന്നുള്ള ഇത് ചിന്തിക്കാൻ അവർക്ക് പറ്റും. നമ്മൾ എടുത്താൽ ഓടിച്ചോണ്ട് നടക്കാന്നേ ഉള്ളൂ. അത് എന്നെ കംപ്ലൈന്റ് വന്നാലും ഓടിച്ചോണ്ട് നടക്കാന്നുള്ളതാണ് ഇപ്പൊ അവരുടെ കൺസെപ്റ്റ്. ആ ഒരു രീതിയിലാണ് അവർ വണ്ടി ഇറക്കുന്നത്. നമ്മളെ വിൽക്കാനുള്ള ഉദ്ദേശത്തിലല്ല. എത്രയൊക്കെ ദുരിതം അനുഭവിച്ചാലും കസ്റ്റമർ കൊണ്ട് നടന്നോളും. പൈസ ഇത്ര നഷ്ടമല്ലേ? 8 ലക്ഷം രൂപ എനിക്ക് 8 മാസം കൊണ്ട് നഷ്ടം. ഒരു മാസം 1 ലക്ഷം രൂപ വെച്ച് എനിക്ക് നഷ്ടം. അത് ഞാൻ പെട്രോൾ അടിച്ചിരുന്ന എനിക്ക് സുഖമായിട്ട് ചെയ്യായിരുന്നു.